നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 711. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. സർഗം 204. മിഥില രാജാവും ശ്രുതദേവനും. അതിൽ 27ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ 711ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ 27ാമത്തെ ശ്ലോകത്തിനെ ഒന്ന് സ്മരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ദേഹത്തോടനുബന്ധിച്ചു മാത്രം നിൽക്കുന്ന കാര്യമാം സ്വപ്നതുല്യങ്ങൾ അവയിൽ മയങ്ങില്ല മനസ്സികൾ. നല്ല വിദ്വാൻമാർ സ്വപ്നതുല്യമായ കാര്യങ്ങളിൽ മയങ്ങില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ രസമാണ് ജീവിതം. അപ്പോൾ ഇനി 28 എന്താ പറഞ്ഞത്? ഉള്ളുകൊണ്ടവയോടൊന്നും ഒട്ടി നിൽക്കായ്ക ഞാൻ പ്രഭു. ഭഗവാനോട് പറയാണ്, ഉള്ളുകൊണ്ടവയോടെന്നും ഒട്ടി നിൽക്കായിക ഞാൻ പ്രഭു. വിത്തപുത്രകളത്രാദി സർവസമ്പൂർണനെങ്കിലും എനിക്ക് സമ്പത്ത്, കുട്ടികൾ, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടി സമ്പൂർണനെങ്കിലും നിൻ തൃപ്പദാംബുജ പ്രേമമുള്ളിൽ ഊറാത്ത മനുഷ്യൻ മഹിതാത്മാക്കൾ തൻ മുമ്പിൽ വെറും നിത്യദരിദ്രനാം. എന്തപ്പോൾ പറഞ്ഞത്? ഇന്ന് നടക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ് നടക്കേണ്ടത്. ഇന്ന് മക്കളെന്നും ഭാര്യയെന്നും കളത്രമെന്നും ധനമെന്നും പറഞ്ഞ് നമ്മൾ ജന്മം പാഴൊക്കെ ചെയ്യണത്. അപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈശ്വരീയതയെ മാനിച്ചുകൊണ്ട് സർവജീവഗുഹാശയനായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയെ പ്രീതിജനകമായി സേവിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് ഉള്ളുകൊണ്ടവയോടെന്നും ഒട്ടി നിൽക്കായക ഞാൻ പ്രഭോ. വിത്തപുത്രകളത്രാദി സർവസമ്പൂർണനെങ്കിലും നിൻ തൃപ്പദാംബുജ പ്രേമം ഉള്ളിലൂറാത്ത മനുഷ്യൻ മഹിതാത്മാക്കൾ തൻ മുമ്പിൽ വെറും നിത്യദരിദ്രനാം. അത് കഴിഞ്ഞിട്ട് 30ാമത്തെ ശ്ലോകം പറഞ്ഞു. കുറേ നാൾ ഇവിടം വാണു മുനിവര്യരോടും ഭവാൻ തൃപ്പാദപാംസുവാൽ മിന്നിക്കണം ഈ നിമിതൻ കുലം. നിമിയുടെ വംശജരായിട്ടുള്ള ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ നാൾ ഇവിടം വാണ് മുനിവര്യരോടും ഭവാൻ തൃപ്പാദപാംസുവാൽ മിന്നിക്കണം ഈ നിമിതൻ കുലം. തനിച്ചു പോരാ, കുറേ ഋഷീശ്വരന്മാരുണ്ട് അങ്ങയോടൊപ്പം. അവരാലും പ്രകീർത്തിക്കപ്പെട്ട് അങ്ങ് ഇവിടെ കുറച്ച് കാലം താമസിക്കണം. ഈ വിധം മിഥിലാ രാജാവ് വീക്ഷിച്ചതു മാതിരി വാണാൻ ഏവർക്കും അത്യന്തം മംഗളം വിളയിപ്പിക്കുക. ഒരു 10 മേനിക്ക് 100 മേനി വളയും. പറഞ്ഞു മനസ്സിലേ? ഈ വിധം മിഥിലാ രാജാവ് അപേക്ഷിച്ചതു മാതിരി വാണാനേവർക്കും അത്യന്തം മംഗളം വിളയിപ്പവൻ. ശ്രുതദേവനും ആ മട്ടിൽ തന്നെ ഭക്തശിഖാമണി കേട്ടുകേട്ടത്രയോ കാൺമാൻ കൊതിയുൾ തിങ്ങിങ്ങു വാഴുവോൻ. ഭഗവാനെ കാണണമെന്നും ഭഗവാനെ സ്തുതിക്കണമെന്നും ഭഗവാനെ നമസ്കരിക്കണമെന്നും ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ അവിടെ എത്തണത്. ശ്രുതദേവനും ആ മട്ടിൽ തന്നെ ഭക്തശിഖാമണി കേട്ടത്രയോ കാൺമാൻ കൊതിയിൽ തുങ്ങി വാഴുവോൻ. യോഗിധ്യേയ പദാംഭോജൻ മുനീന്ദ്രരോടുകൂടവേ ഒരാളും അറിയാതുള്ള തൻ ഗൃഹാശ്രമഭൂമിയിൽ. ശ്രദ്ധിക്കുക, യോഗിധ്യേയ പദാംഭോജൻ, യോഗീശ്വരന്മാരുടെ അവരുടെ ഹൃദയപത്മത്തിൽ വെച്ച് ആരേനെ ആരാധിക്കുന്നുവോ അദ്ദേഹം
മുനീന്ദ്രരോടുകൂടവേ ഒരാളും അറിയാതുള്ളതൻ ഗൃഹാശ്രമഭൂമിയിൽ ഒരു വളമ്പരോ കൊട്ടിഘോഷമോ ഒന്നും ഇല്ലാണ്ടാണ് വന്ന് കയറി വീട്ടിലെ. അണഞ്ഞതായി കണ്ട് ആനന്ദ നൃത്തമാർന്നാൻ ദ്വിജോത്തമൻ. ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്നിങ്ങനെ നൃത്തം കൊഴിപ്പിച്ചു അദ്ദേഹം. കാരണം എന്താ, മനസ്സിനൊരു താളലയുണ്ട് ജീവിതത്തിൽ. അത് പരമാത്മ ചൈതന്യമായിട്ട് കണ്ടുമുട്ടിയാൽ പിന്നെ പറയും വേണ്ട. പൂജിച്ച് അപ്പോൾ അണഞ്ഞതായി കണ്ട ആനന്ദ നൃത്തമാർന്നാൻ ദ്വിജോത്തമൻ കുടുംബസഹിതം സർവേശ്വരനെ പ്രേമപൂർവകം പൂജിച്ചാനന്ദന ശ്രേഷ്ഠൻ. ജലപുഷ്പബലാദിയാൽ പുൽമെത്തകളിൽ വിശേഷൻ മുതലായോർ വിളങ്ങവേ കേവലം ഗൃഹകൂപത്തിൽ മേവും തന്നിൽ അനുഗ്രഹം ചെയ്യുവാൻ തോന്നിയ കാരുണ്യം അത്യത്ഭുതം അവർണ്യമാം. പൂജിച്ചാൻ അന്തണ ശ്രേഷ്ഠൻ ജലപുഷ്പബലാദിയാൽ പുൽമെത്തകളിൽ വിശേഷൻ മുതലായോർ വിളങ്ങവേ കേവലം ഗൃഹകൂപത്തിൽ മേവും തന്നിൽ അനുഗ്രഹം തന്നിൽ അനുഗ്രഹം. അവിടെ ഒരു എക്സ്ട്രാ ഉണ്ട്, അതാണ് മട്ടിട്ട. ചെയ്യുവാൻ തോന്നിയ കാരുണ്യമത്യത്ഭുതം അവർണ്യമാം. ആരാലും പറയപ്പെടാൻ പറ്റില്ലത്. ഈ വണ്ണം ഓർത്തുകൊണ്ട് അംബോജാക്ഷന്റെ പദവല്ലവം മെല്ലെ തലോടിയും കൊണ്ടു ചൊല്ലിനാൻ ദ്വിജപുങ്കുവൻ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് മെല്ലെ മെല്ലെ ഭഗവാന്റെ പാദങ്ങളെ തിരുപാദ പത്മങ്ങളെ തലോടാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആർക്കാർക്കും ഉള്ളിൽ ആത്മാവായെന്നും ആർക്കാർക്കും സ്ത്രീ പുരുഷ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് ആർക്കാർക്കും ഉള്ളിൽ ആത്മാവായെന്നും മിന്നി വാഴ്കിലും ഈ വിധം കാണുവാൻ ഭാഗ്യം ഇന്നേ കൈവന്ന ഞങ്ങളിൽ. ഇന്നാണ് ഞങ്ങൾക്ക് അങ്ങയെ സ്ഥൂലമായ നിലയ്ക്ക് കണ്ടു കിട്ടാൻ, അങ്ങയെ തൊടാനും അങ്ങയെ നമസ്കരിക്കാനൊക്കെ സാധിച്ചത്. ഭക്തിയോടെ ഭജിച്ചിടുന്നവർ തൻ മുമ്പിൽ മാത്രമാം വിളയാടുവത് ഈ വണ്ണം എന്നും നീ കരുണാനിധേ. അപ്പം എന്താ പറഞ്ഞത്, ഇങ്ങനെ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. ഭഗവാനാൽ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. അതാണ് ഭക്തിയോടെ ഭജിച്ചിടുന്നവർ തൻ മുമ്പിൽ മാത്രമാം ഈ വിധം കാണുവാൻ ഭാഗ്യം ഇന്ന് കൈവന്നത് ഞങ്ങളിൽ. ഭക്തിയോടെ ഭജിച്ചിടുന്നവർ തൻ മുമ്പിൽ മാത്രമാം വിളയാടുവതേ വണ്ണം എന്നും കരുണാനിധേ. അല്ലാതവർക്ക് അകക്കാമ്പിൽ വിളങ്ങിയിടുകലും വിഭോ. അല്ല, ഭക്തിയില്ലാത്തവരുടെ ഉള്ളിൽ ഭഗവാൻ വിളങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കില്ല. ഉള്ളിലുണ്ട് എന്നുള്ള ധാരണ വരണമെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ആൾക്കാർ നെട്ടോട്ട് ഓടണം. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓടിക്കൊണ്ടിരിക്കണത് എന്താ, അല്ലാതവർ കകക്കാമ്പിൽ വിളങ്ങിയിടുകലും വിഭോ. അതിദൂരത്തിൽ മേവിടുന്നവൻ പോലെ അദൃശ്യനാം. അതിദൂരത്തിൽ മേവിടുന്നവൻ പോലെ അദൃശ്യനാം, കണ്ടുകിട്ടില്ല എന്നർത്ഥം. സത്യം ക്ഷമ തുടർന്നുള്ള സമസ്ത സുഗുണങ്ങളും നാവിൻ തലപ്പിലല്ലാതെ ഉൾപ്പൂവിൽ തന്നെ നിത്യവും. അതായത് സത്യം ക്ഷമ തുടർന്നുള്ള സമസ്ത സുഗുണങ്ങളും നാവിൻ തലപ്പിലല്ലാതെ ഉൾപ്പൂവിൽ തന്നെ നിത്യവും മിന്നി തിളങ്ങണം. പുറത്ത് കണ്ട കല്ലിലൊക്കെ കൃഷ്ണ ഗുരുവായൂരപ്പ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ഞാനല്ല പറഞ്ഞത്, ഈ ഗ്രന്ഥത്തിൽ പറയണു. അതിനെ നമ്മൾ മാനിക്കണം. നാവിൻ തലപ്പിലല്ലാതെ ഉൾപ്പൂവിൽ തന്നെ നിത്യവും. ഉൾപ്പൂവിൽ നിത്യവും കണ്ടാൽ തെറ്റ് ചെയ്യില്ല, ഒരാൾ അക്രമം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല. മിന്നി തിളങ്ങേണം അതിനൊന്നമ്പുജാക്ഷ. നീ ആവിധം തന്നെ ഓർത്തൊന്നു കടാക്ഷമരുളിയിടണം. അങ്ങ് എങ്ങനെയെങ്കിലും അതിന് എന്നെ സഹായിക്കണം. എപ്പോഴും എൻ്റെ ഉള്ളിൽ മിന്നിത്തിളങ്ങുന്നതായി കണ്ട് അനുഭവിക്കാൻ മാത്രം എനിക്ക് വരം തരണം. മധുകുല്യങ്ങളായി തന്നെ മിന്നേണ്ടും മഞ്ഞിതൊക്കെയും വെറും വിക്ഷേപഹേതുക്കൾ മാത്രമാ വായക മാധവ.
എന്താ പറഞ്ഞത്? മധുകുല്യങ്ങളായി തന്നെ മിന്നേണ്ടും മഞ്ഞിതൊക്കെയും. അതായത് എവിടെയും കാണപ്പെട്ട് അനുഭൂതി മണ്ഡലത്തിൽ അനുഭവിക്കപ്പെടേണ്ടതായ അങ്ങയുടെ ചൈതന്യത്തെ വെറും വിക്ഷേപഹേതുക്കൾ മാത്രമാവായിക മാധവ മായയിൽ മുങ്ങിത്താടുന്ന പോലെ ആക്കരുത്. ഇത്രയും മികവേന്തിയിടും ആയുഷ്കാലം മലിഞ്ഞു നീ നൽകിയും മഹിതാത്മാക്കൾ പോലെ വേണ്ടുന്ന മാതിരി. അതായത് ഇത്രയും മികവേന്തിയിടും ആയുഷ്കാലം മലിഞ്ഞു നീ നൽകിയിടും മഹിതാത്മാക്കൾ പോലെ വേണ്ടുന്ന മാതിരി അതിശോഭനമാം വണ്ണം ഉപയോഗിച്ചു മന്നിതിൽ കൃതകൃത്യത നേടിയിടാൻ ഭാഗ്യമാർന്നില്ല ഞാൻ പ്രഭു. എന്താ പറഞ്ഞത്? അതിശോഭനമാം വണ്ണം ഉപയോഗിച്ചു മന്നിതിൽ കൃതകൃത്യത നേടിയിടാൻ ഭാഗ്യമാർന്നില്ല ഞാൻ. കൃത്യമായിട്ട് അങ്ങയെ അനുസന്ധാനം ചെയ്യാൻ സാധിച്ചില്ല. അതിലെനിക്ക് വിഷമമുണ്ടെന്നാണ് പറഞ്ഞത്. നാഥ നിൻ ചരണാംഭോജം നീയുള്ളോൻ പ്രേമപൂർവകം സേവിച്ചില്ലെങ്കിലും പാവം അകതാരിങ്കലാവതും ഈ വിധം കിണയുന്നുണ്ടെന്നോർത്തു കാരുണ്യവാരിധി. ഇളം കിടാങ്ങൾ തെറ്റായി തന്നെ എന്തെന്തു ചൊൽകിലും ആ ബ്രാഹ്മണൻ പറയാണ്, ഈ വിധം കിണയുന്നുണ്ടെന്നോർത്ത് കാരുണ്യവാരിധി എന്നെ രക്ഷിക്കണമെന്ന. അകക്കരളിൽ അകത്ത് അങ്ങയെ ആരാധിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇളം കിടാങ്ങൾ തെറ്റായി തന്നെ എന്തെന്തോ ചൊൽകിലും. ചെറിയ കുട്ടികൾ തെറ്റ് ചെയ്താൽ മുതിർന്നവർ അലിഞ്ഞ് അമ്പാർന്ന് ക്ഷമിക്കുന്ന പോലെ അമ്പിയൻ അഖിലം പ്രീതിപൂർവം അച്ഛൻ്റെ മാതിരി. ഒരച്ഛൻ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ അമ്പിയൻ അഖിലം പ്രീതിപൂർവം അച്ഛൻ്റെ മാതിരി സന്തോഷമാർന്ന് കൈകൊള്ളു സരസീരുഹനേത്രാ നീ. സന്തോഷമാർന്ന് കൈകൊള്ളു സരസീരുഹനേത്രാ നീ. വിശുദ്ധ ഭക്തിയുൾ തുങ്ങി. വിശുദ്ധ ഭക്തി, സംശുദ്ധമായ ഭക്തി, കളങ്കമില്ലാത്ത ഭക്തി, നിഷ്കാമ ഭക്തി. വിശുദ്ധ ഭക്തി ഉൾത്തിങ്ങി വിലസും ഭാഗ്യശാലികൾ എമ്മട്ടോ നിന്നെ ഓർത്തോർത്തു പരമാനന്ദമേൽക്കവേ. കൃഷ്ണ നിൻ ദിവ്യ സൗന്ദര്യം ഉള്ളിൽ മിന്നീലയെങ്കിലും. കൃഷ്ണ, ആ സംബോധന നോക്കൂ. കൃഷ്ണ നിൻ ദിവ്യ സൗന്ദര്യം ഉള്ളിൽ മിന്നീലയെങ്കിലും എന്നെ ധ്യാനിക്കയാണെൻ്റെ ഭക്തനെന്നോർപ്പൂ നീ വിഭോ. അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നുണ്ട് എന്ന് കരുതി എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ധ്യാനിക്കുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ എൻ്റെ ഏവനാണെന്ന് തിരുവുള്ളത്തിൽ ഈ വിധം കരുതിയിടാൻ അത്രയൊന്നും ഭജിച്ചിട്ടില്ല ഞാൻ പ്രഭോ. അദ്ദേഹത്തിനോട് തുറന്ന് സംവാദം ചെയ്യാണ് ഭഗവാനോട്. അങ്ങയുടെ ഗുഡ് ബുക്സിൽ എൻട്രി കിട്ടാൻ തക്ക വിധത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു സാധു ബ്രാഹ്മണൻ, ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല ഭഗവാനെ. എന്നെ അങ്ങ് കരുതലോടെ കൊണ്ടു നടക്കണം. അതാ പറഞ്ഞത്. ഭക്തി കൊണ്ടല്ല നീ എന്നിൽ കനിഞ്ഞതു കൃപകാനിതേ. കാരുണ്യത്തള്ളലാൽ മാത്രം ഇതെന്നും വെൽകമന്നിതിൽ. കാരുണ്യത്തള്ളാൽ അങ്ങ് എന്നെ സ്വീകരിച്ചതാണ്. എനിക്ക് അത്ര സംശുദ്ധമായ ഭക്തി ഉണ്ടോ എനിക്കറിയില്ല. മാധവാ എന്നെ രക്ഷിക്കണേ. ഉൾത്തിങ്ങി നിൽക്കും എന്നാശ, ഉൾത്തിങ്ങി നിൽക്കും എന്നാശയൊന്നുണർത്തിച്ചിടുന്നു ഞാൻ. സർവാന്തര്യാമി അമ്പാർന്നു കൈക്കൊള്ളേണം അതൊന്നിനി. എൻ്റെ ഈ അഭിപ്രായത്തെ അങ്ങ് സ്വീകരിക്കണം എന്നാ. ഉൾത്തിങ്ങി നിൽക്കും എന്നാശ ഒന്നുണർത്തിച്ചിടുന്നു ഞാൻ. സർവന്തര്യാമി അമ്പാർന്നു കൈക്കൊള്ളേണം അതൊന്നിനി. നാഥ നിൻ ദിവ്യ കൈശോരവേഷം വിഷയികമോഹനം കാൺമാൻ പണ്ടേ മുതൽക്ക് ഈ ഞാൻ കൊതിപ്പൂ കമലേക്ഷണ. അങ്ങ് ആ അമ്പാടിയിൽ വളർന്ന പോലെ ആ ഉണ്ണികൃഷ്ണനായിട്ട് എനിക്ക് കാണാൻ ഒരു താല്പര്യമുണ്ട്. അവരവരുടെ താല്പര്യങ്ങൾ പറയാം ഭഗവാന്റെ അടുത്ത്. അത് അർഹത ഉണ്ടെങ്കിൽ, കുറച്ചൊക്കെ അർഹത ഉണ്ടെങ്കിൽ ഭഗവാൻ കനിഞ്ഞു തരും.
നാഥ നിൻ ദിവ്യകൈശോരവേഷം വിശ്വൈകമോഹനം കാൺമാൻ പണ്ടേ മുതൽക്ക് ഈ ഞാൻ കൊതിപ്പൂ കമലേക്ഷണം ചിന്നി ചിന്നി വിരിഞ്ഞിടുന്ന ചെറുതാം ഓരോ വിചാരം ശരി. എന്താ പ്രസൻറ്റേഷൻ! ചിന്നി ചിന്നി വിരിഞ്ഞിടുന്ന ചെറുതാം ഓരോ വിചാരം ശരി കൊന്നിച്ചാകെ അകന്നും അമ്പോടു മറക്കാമ്പിൽ മലർ ചേവടി പൊന്നിൻ കിങ്ങിണി കൊച്ചു പൂങ്കുഴലണിഞ്ഞ് മുത്തുമാല്യം സുധാമന്ദസ്മേരുമുഖേന്ദുവും തെളിവോടെ എന്നുൾക്കാമ്പിൽ മിന്നിടണം. അങ്ങ് എങ്ങനെയാണ് എനിക്ക് ദർശനം തരേണ്ടത്? അതാണ് പറഞ്ഞത്. ചിന്നി ചിന്നി വിരിഞ്ഞിടുന്ന ചെറുതാമോരോ വിചാരം ശരി ഒന്നിച്ചാകെ അകന്നും അമ്പോടും മറക്കാമ്പിൽ മലർച്ചേവടി പൊന്നിൻ കിങ്കിണി കൊച്ചു പൂങ്കഴൽ അണിഞ്ഞു മുത്തുമാലയും സുധാമന്ദസ്മീരു മുഖേന്ദുവും തെളിവോടെ എന്നുൾക്കാമ്പിൽ മിന്നിടണം. എൻ്റെ മനസ്സിലെ ആ ദിവ്യമായ ബാലരൂപം ഒന്ന് മിന്നിച്ച് കാണിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി പീലി പൊന്മുടി ചൂടിയങ്ങിനെ ഇതേ തൂനെറ്റിയിൽ ഗോപിയും പീലി പൊന്മുടി ചൂടിയങ്ങിനെ ഇതേ തൂനെറ്റിയിൽ ഗോപിയും ചേലിൽ തൊട്ടുമണിപ്പതക്കവും അണിഞ്ഞ് അമ്പാർന്ന് കൈത്താരിൽ കോലപ്പൂങ്കുഴലേന്തി നീ മധുരമാം മന്ദസ്മിതം പൂണ്ട് തൃക്കാലിൽ പൊൻതളയും കിലുക്കി വിളയാടിയിലേ ദയാവാരിധേ. ഇനി എന്ത് വേണം? ഒരു ജന്മം സഫലമാവാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. പീലി പൊന്മുടി ചൂടി അങ്ങനെ ഇതേ തൂനെറ്റിയിൽ ഗോപിയും ചേലിൽ തൊട്ട് മണിപ്പതക്കവും അണിഞ്ഞ് അമ്പാർന്ന് കൈത്താരിതിൽ കോലപ്പൂങ്കഴുലേന്തി നീ മധുരമാം മന്ദസ്മിതം പൂണ്ട് തൃക്കാലിൽ പൊൻതളയും കിലുക്കി വിളയാടിയിലേ ദയാവാരിധേ. വൃന്ദാരണ്യതലത്തിൽ അന്നതുവിധം പൈമേച്ചുകൊണ്ട് ഈ ജഗത്തന്നെ എന്നേക്കും അലങ്കരിച്ച മഹനീയോദാര സൗഭാഗ്യമേ. മഹനീയോ ഉദാര സൗഭാഗ്യമേ, ഉദാര സൗഭാഗ്യമേ. ഉദാരമതിയാണ് ഭഗവാൻ. വൃന്ദാരണ്യതലത്തിൽ അന്നതുവിധം പൈമേച്ചും കൊണ്ട് ഈ ജഗത്തെന്നേക്കും അലങ്കരിച്ച മഹനീയോദാര സൗഭാഗ്യമേ. മിന്നും നിൻ ഗമനീയ ബാലമുരളി ഗോപാലരൂപം തെളിഞ്ഞ് എന്നുൾക്കാമ്പിൽ വിളങ്ങിടേണം അതിനൊന്ന് അമ്പാർന്നിടേണം പ്രഭോ. മിന്നും നിൻ കമനീയ ബാലമുരളി ഗോപാലരൂപം തെളിഞ്ഞെന്നുൾക്കാമ്പിൽ ഉൾക്കാമ്പിൽ വിളങ്ങിടേണം അതിനൊന്നമ്പാർന്നിടേണം പ്രഭു. വ്രജരാജകുമാരൻ്റെ തിരുവുള്ളത്തിലാവിധം കനിവുണ്ടാകുവാൻ ഈ ഞാൻ ചെയ്യേണ്ടതൊരുളിയിടണം. എൻ്റെ ഈ പ്രാർത്ഥന മംഗളമായി എനിക്ക് അനുഭവിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആഗ്രഹമുണ്ട്. അത് പൂവണിയാൻ എന്ത് ഞാൻ ചെയ്യണം? അങ്ങ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാലും. വ്രജരാജകുമാരൻ്റെ തിരുവള്ളത്തിലാവിധം കനിവുണ്ടാകുവാൻ. വ്രജരാജകുമാരൻ, വ്രജത്തിലെ രാജകുമാരൻ്റെ മനസ്സിൽ എനിക്ക് തിരുവുള്ളമുണ്ടാവാൻ, കനിവുണ്ടാകുവാൻ ഈ ഞാൻ ചെയ്യേണ്ടതരുളിയിടണം. പിന്നെയോ, ലോകത്തിൽ ഞാൻ മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതില്ലിനി. നിന്നെ കണ്ടപ്പോഴേ തീർന്നു സംസാരക്ലേശം ഒക്കെയും. ഭഗവാനെ മനസ്സിലാക്കുന്നത് വരെ സംസാരക്ലേശങ്ങളുള്ളൂ. അത് കഴിഞ്ഞ സംസാരക്ലേശങ്ങളില്ല. ശ്രുതദേവൻ്റെ മൊഴി കേട്ട് അലിഞ്ഞ് അമ്പൂരുഹേക്ഷണൻ കൈപിടിച്ചരുളി ചെയ്താൻ ചിരിച്ചും കൊണ്ടുമെല്ലവേ. അപ്പോൾ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ഇത്രയും മനോഹരമായ ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞപ്പോൾ
ആ ശ്രുതദേവ ബ്രാഹ്മണൻ്റെ ഇരു കൈകളും തൻ്റെ കൈക്കുള്ളിലാക്കി അദ്ദേഹത്തിനെ സമാശ്വസിപ്പിക്കുകയാണ്. ഭക്താവതം സമാം അങ്ങേ കണ്ടനുഗ്രഹമേകുവാൻ എന്നോടൊപ്പം മണഞ്ഞുള്ള മുനിമാരിവരെ വരും. ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഈ ഋഷീശ്വരന്മാരൊക്കെ ഇവിടെ വന്നത് ഞാൻ അങ്ങയെ മനം കുളിർക്കെ അനുഗ്രഹിക്കുന്നത് കണ്ട് അവരുടെ അനുഗ്രഹം കൂടി അങ്ങയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാലാകാലം നിലനിൽക്കും. ഭാഗവതമുള്ള കാലം ശ്രുതദേവന് ശ്രീകൃഷ്ണ പരമാത്മാവ് എങ്ങനെയാണ് വരം കൊടുത്തത്, അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ വരം എങ്ങനെ സാധൂകരിപ്പിച്ചു, അങ്ങനെ ആവാലോ. ഭക്താവതം സമാം അങ്ങേ കണ്ടനുഗ്രഹമേകുവാൻ എന്നോടൊപ്പം മണഞ്ഞുള്ള മുനിമാരിവരെ വരും. സ്മരിക്കിൽ തന്നെ പാപങ്ങളകറ്റും വീരശാലികൾ. ഈ ഋഷീശ്വരന്മാരുടെ നാമങ്ങൾ ഉച്ചാരിച്ചാൽ തന്നെ എത്രയോ വലിയ പാപങ്ങൾ തീരും. കാരണം എന്താ, അവർ സദാസമയത്തും എന്നെ അവരെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നോടൊപ്പം മണഞ്ഞുള്ള മുനിമാരിവരെ വരും. സ്മരിക്കിൽ തന്നെ പാപങ്ങളകറ്റും വീരശാലികൾ സഞ്ചരിച്ചുലകം ശുദ്ധീകരിക്കും അതിധന്യരാം. അവരെ ഈ ലോകത്തിൻ്റെ എൻ്റെ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എന്തിനാ? എൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളും മറ്റും ക്രമത്തിലാം ശുദ്ധി ചേർപ്പത് അതും ഭക്ത സാന്നിധ്യത്താൽ വരുന്നതാം. സംശുദ്ധമായ ഭക്തി ഉടലെടുക്കുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപനെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുന്ന ഋഷിപുങ്കവന്മാർ നമുക്ക് എതിരെ വരും. നമ്മൾക്ക് അവരെ കണ്ട് അവരെ നമസ്കരിക്കുക, അവരെ കൈയുയർത്തി അനുഗ്രഹിക്കാതെ കൊണ്ടിരിക്കില്ല. സ്മരിക്കിൽ തന്നെ പാപങ്ങളകറ്റും വീരശാലികൾ സഞ്ചരിച്ചുലകം ശുദ്ധീകരിക്കും അതിധന്യരാം. പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളും മറ്റും ക്രമത്തിലാം ശുദ്ധി ചേർപ്പത് അതും ഭക്തസാന്നിധ്യത്താൽ വരുന്നതാം. ജനനാൽ തന്നെ സംശുദ്ധിയുള്ളിൽ ഊറിയിടുവോൻ ദ്വിജൻ. ബ്രാഹ്മണൻ, സംശുദ്ധ ബ്രാഹ്മണൻ, ജനനാൽ തന്നെ സംശുദ്ധിയുള്ളിൽ ഊറിയിടുവോൻ ദ്വിജൻ ബ്രാഹ്മണൻ. സത്വം വളർത്തും ആഹാര വിചാരാദികളാർന്നവൻ. കണ്ണി കണ്ടത് തിന്നും കുടിച്ചിട്ടുള്ളവൻ ബ്രാഹ്മണനല്ല എന്നാണ് പറഞ്ഞത്, ഞാനല്ല, ഭാഗവതം. സത്വം വളർത്തും ആഹാര വിചാരാദികളാർന്നവൻ തപസ്സും വിദ്യയും കൂടിച്ചേർന്നാൽ അത്യന്ത ഭൂജനാം. എങ്ങനെ പൂജനാവണത്? തപസ്സും വിദ്യയും കൂടി ചേർന്നാൽ അത്യന്ത പൂജനാം. ഭക്തോത്തം സവുമാണെങ്കിൽ ഉര ചെയ്യേണ്ടതില്ല ഞാൻ. ഇനി ആ വ്യക്തി ഭക്തന്മാരിൽ ഉത്തമഹംസമാണെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഉര ചെയ്യേണ്ടതില്ല ഞാൻ. അവനെ പോലെ എനിക്ക് ആരും പ്രിയനില്ല ജഗത്തിതിൽ. എന്നെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചോളം അവനെപ്പോലെ എനിക്കാരും പ്രിയനില്ല ജഗത്തിതിൽ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ എന്തേ വേണ്ടു? നാരായണം ഭജേ, നാരായണം ഭജേ, നാരായണം ഭജേ, നാരായണം. നാരായണനെ ഭജിക്കുക, ആ നാരായണനെ തിരുവുള്ളത്തിൽ കൺകുളിർക്കെ അനുഭവിക്കുക. വേറെ ഒരു അശട്ടുത്തരത്തിനും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലല്ലേ? എന്നെത്താനേതിലും കണ്ടു വിലസുന്നവനാണവൻ. നല്ലതിലും ചീത്തതിലും, കറുത്തവനിലും വെളുത്തവനിലും, ദുഷ്ടനിലും മിത്രത്തിലും ഒക്കെ എന്നെ കണ്ടാൽ മതി, അവരൊരു ചുക്കും ചെയ്യില്ല. എന്നെ താനേതിലും കണ്ടോ വിലസുന്നവനാണവൻ. സത്യവും ധർമ്മവും തെറ്റാതനുഷ്ഠിക്കേണ്ടവൻ ദ്വിജൻ. ദ്വിജന് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. എന്താണത്? സത്യവും ധർമ്മവും തെറ്റാതെ അനുഷ്ഠിക്കേണ്ടവൻ ദ്വിജൻ. അഭിനന്ദനം അത്യന്തം അറിയിക്കുന്നവൻ ഊഴിയിൽ. ഭൂമിയിലെ ഏറ്റവും അധികം അഭിനന്ദനം അനുഭവിക്കേണ്ടവനാണ് ബ്രാഹ്മണൻ.
ബ്രാഹ്മണനെ അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ അഭിനന്ദിക്കാത്തവൻ്റെ ജീവിതം നിഷ്ഫലവും. അതാണ് ബ്രഹ്മണ്യമുള്ളവരെ കണ്ട തല കുമ്പിട്ട് നമസ്കരിക്കുന്ന വേണം. ഭക്തി ജ്ഞാന വൈരാഗ്യ അല്ല. അപ്പോൾ ഇതോർത്തിയിടാതെ നമ്മെക്കാളിവർക്കെന്തോതുവാൻ ഗുണം. സാധാരണക്കാരൻ വിചാരിക്കുക എന്താ ഈ ബ്രാഹ്മണർക്ക് എന്നേക്കാൾ എന്താ ഗുണമുള്ളതെന്ന് ചോദിച്ചാൽ തെറ്റുപറ്റി. ഗുണമുണ്ടെന്നർത്ഥം. ഇതോർത്തിയിടാതെ നമ്മെക്കാളിവർക്കെന്തോതുവാൻ ഗുണം ഈ വണ്ണം അവമാനിച്ചു ചൊല്ലൂ ചിലർ അബുദ്ധിയാൽ. ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. അതിനുള്ള ദോഷം അവരനുഭവിക്കും. ഭക്തി വിജ്ഞാന വൈരാഗ്യ പരിപക്വത കാരണം. ഭക്തി വിജ്ഞാന വൈരാഗ്യ പരിപക്വത കാരണം ദേഹാഭിമാനം മടരും വരേക്കും ഇവയൊക്കെയും പരിപാലിച്ചു കൊള്ളേണം ഉള്ളം സംശുദ്ധമാകുവാൻ. ഉള്ളം സംശുദ്ധമാകുവാൻ എന്ത് വേണം? പരിപാലിച്ചു കൊള്ളേണം ഉള്ളം. ഉള്ളിൽ ചളിവാരി കൂട്ടാതെ കണ്ട് ശ്രദ്ധിച്ച് ജീവിക്കണം. പരിപാലിച്ചു കൊള്ളേണം ഉള്ളം സംശുദ്ധമാകുവാൻ അനാദിയാമഹങ്കാരം അല്ലെങ്കിൽ അകലാദൃഢം. അല്ലെങ്കിൽ അകലണം. അഹങ്കാരം അകലണം. ദൃഢമാവണം. ദൃഢമായിട്ടും അകലണം. എന്നാൽ നിത്യസ്വരൂപനായിരിക്കുന്ന, ആനന്ദസ്വരൂപനായിരിക്കുന്ന, പ്രേമസ്വരൂപനായിരിക്കുന്ന ആ ബാലാഗ്രശതവാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തിന് ഉടയോനായിട്ടുള്ള ഭഗവാൻ ഒരു തേജോപുഞ്ചമായി അവരവരുടെ ഹൃദയഗഹുരത്തിൽ വാഴുന്നുണ്ട് എന്ന് തീരുമാനിക്കണം. മനസ്സിലായില്ലേ? വാർദ്ധക്യമാം അവരേക്കെന്തും ചൊല്ലിടാം മാത്രമാത്രമാം. വാർദ്ധക്യമാം വരേക്കെന്തും ചൊല്ലിടാം മാത്രമാത്രമാം. ശൗശീല്യവായ്പിനാലല്ലാതാകിലല്ലൊരു കാലവും. വാർദ്ധക്യമാം വരേക്കെന്തും. വാർദ്ധക്യം വന്ന് ജീവൻ പോണത് വരെ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. അതാണ് നമ്മളെ താക്കീത് ചെയ്യാണ്. ചൊല്ലിടാം മാത്രമാത്രമാം ശൗശീല്യവായ്പിനാലല്ല അകലില്ലൊരു കാലവും. ശൗശീലവായ്പിനാലല്ലാതെ അകലില്ല. സുശീലത്വം കൊണ്ട് മാത്രമേ നമ്മൾ ജയിക്കൂ ജീവിതത്തിൽ. സുശീലത്വം, ശൗശീല്യം വേണം. കടുംപിടുത്തം പിടിക്കരുത് എന്നർത്ഥം. അസൂയയും ഉറച്ചുള്ളോരഹങ്കാരവും ആകയാൽ മനുമുമ്പാം മഹാത്മാക്കൾ നിശ്ചയിച്ചതുമാതിരി. ഉദാഹരണം പറയാണ്. അസൂയയും ഉറച്ചുള്ളോരഹങ്കാരവും ആകയാൽ മനുമുമ്പാം മഹാത്മാക്കൾ നിശ്ചയിച്ചതുമാതിരി. സത്യധർമാദി സന്മാർഗം തെറ്റാതെ വിനയത്തോടും ജീവിക്കലേവനായാലും അവൻ ബ്രാഹ്മണ തുല്യനാം. ബ്രാഹ്മണ്യം എന്നുള്ളത് ബ്രാഹ്മണന്മാരെ യോനിജന്മാരായിട്ടല്ല പറഞ്ഞത്. സത്യധർമാദി സന്മാർഗം തെറ്റാതെ വിനയത്തോടും ജീവിക്കൽ യവനായാലും അവൻ ബ്രാഹ്മണ തുല്യനാം. വാട്ട് എൽസ് യു വാണ്ട്? ആകയാൽ അത്തരം പുണ്യശീലമുള്ളോരെയൊക്കെയും ബഹുമാനിച്ചു കൊള്ളേണം. അത് എനിക്ക് ഇത്രയും പ്രിയം. ഭഗവാൻ പറയുന്നു, ബ്രഹ്മണ്യദേവാ, ആകയാൽ അത്തരം പുണ്യശീലമുള്ളോരെയൊക്കെയും ബഹുമാനിച്ചു കൊള്ളേണം. അത് എനിക്ക് എത്രയും പ്രിയം. ധനമുള്ളവൻ ആവോളം നൽകിയും ഭക്തിപൂർവകം പൂജിക്കിൽ അതെന്നിൽ താനെത്തിച്ചേരും അസംശയം. ബ്രാഹ്മണ ഉത്തമന്മാരെ ധനം നൽകി സന്തോഷിപ്പിച്ചാൽ ഞാനാണ് അതിന് റിവാർഡ് തരിക. ഫറോഷയോ പൂത്ത പണം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. വിദ്യാസമ്പന്നന്മാരായ ബ്രാഹ്മണ്യമുള്ള ആൾക്കാർക്ക് അത് കൊടുക്കണം.
ധനമുള്ളവനാവോളം നൽകിയും ഭക്തിപൂർവകം പൂജയ്ക്കിൽ അതെന്നിൽ താൻ എത്തിച്ചേരും അസംശയം. ഭക്താവതംസങ്ങളെ എത്ര തന്നെ ഭക്താവതംസങ്ങളെ എത്ര തന്നെ മാനിക്കലും തൃപ്തി വരാത്ത നാഥൻ. ഭഗവാന് ഈ ഭൂസുരന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഭക്താവതംസങ്ങളെ എത്ര തന്നെ മാനിക്കലും തൃപ്തി വരാത്ത നാഥൻ. സന്മാർഗം ഈ മട്ടുര ചെയ്തുമെല്ലേ മടങ്ങിനാൻ ദ്വാരവതിക്ക് ഉദാരൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ചതുരധികദ്വിശതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയാണ് ശ്രുതദേവനും രാജാവിനും ഒരേ സ്ഥലത്ത് വെച്ചിട്ട് മോക്ഷം കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം വായിച്ച് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം, സന്തോഷം. അതായത് നിതാന്തമായ ആനന്ദം മനസ്സിൽ തളം കെട്ടി നിൽക്കും. വേറെ ഒരു അല്ലലും മനസ്സിനുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ദിവസം നമ്മൾക്ക് 205 സർഗം ശ്രുതിഗീത. അതെനിക്ക് തോന്നുന്ന ഒരു 3-4 ഭാഗങ്ങളുണ്ടാവും. ശ്രുതിഗീത അത് ഭഗവത്ഗീത പോലെ തന്നെ ഗംഭീരമായിട്ടുള്ളൊരു ഗീതയാണ്. ഉദ്ധവഗീത, ശ്രുതിഗീത, ദ്രമിള, അതെ പലതുകൊണ്ട് ഒരു വിഷയമില്ലേ. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവും വേണം. അതേപോലെ തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.